ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് മുട്ട വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തുടർന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി എനാബിൾ ചെയ്യണേ. അപ്പോഴാണ് ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്കായിട്ട് വരുള്ളൂ. അപ്പോൾ ഞാനിവിടെ 7 മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. മുട്ട നല്ലപോലെ വെന്ത് വന്നാൽ അത് തൊലി കളഞ്ഞ് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായി ഒരു കടായി എടുത്തിട്ടുണ്ട്. കടായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് വളരെ തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള ഒന്ന് വാടി വരട്ടെ, നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, മുട്ട പുഴുങ്ങാനായിട്ട് വെക്കുമ്പോൾ ഉപ്പിട്ടിട്ട് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോഴാണ് മുട്ടയിൽ നല്ലപോലെ ഉപ്പ് പിടിച്ച് കിട്ടുള്ളൂ. ഇനി എരിവിന് ആവശ്യമായിട്ട് 2 പച്ചമുളകും കൂടെ തന്നെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പച്ചമുളക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുളക് പൊടി ചേർക്കുന്നുണ്ട് എങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ മുട്ട പുഴുങ്ങുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് എങ്കിൽ ഈ ഒരു സമയത്ത് മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു മസാലയെല്ലാം നല്ലപോലെ സെറ്റായി വരുന്നത് വരെ നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു മുട്ട മതി കേട്ടോ. കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തേക്കാണെങ്കിൽ ഒരൊറ്റ മുട്ട മാത്രം ഉപയോഗിച്ചിട്ടും ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. മുട്ടയൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കും. ഇനിയാണ് നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കേണ്ടത്. മുട്ട ചേർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ തിരുമ്മിയിട്ടോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ മുട്ടയിലേക്ക് കുറച്ചുകൂടി മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും കേട്ടോ. ഇനി അത് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. മസാലയൊക്കെ മുട്ടയിൽ നല്ല പോലെ തന്നെ പിടിച്ച് കിട്ടണം കേട്ടോ. അപ്പോഴാണ് അത് അതിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അത് കുറച്ചും കൂടി സ്പൈസായി കിട്ടാൻ വേണ്ടി ചേർത്തുന്നേ ഉള്ളൂ. എന്നിട്ട് ഒന്നും കൂടി ഇത് നല്ലപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇതിൽ കുറച്ച് മാത്രം കടായിൽ വെച്ചാൽ മതിയാവും. ബാക്കിയെല്ലാം ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കാം. എന്നിട്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചോറാണ് കേട്ടോ. അപ്പോൾ ചോറ് ഇതിലേക്കായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ചോറിൽ ഈ ഒരു മസാല, ഈ മുട്ടയുടെ മസാല നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ചോറിൻ്റെ കൂടെയാണ് കേട്ടോ ആ ഒരു മുട്ട മസാല കഴിക്കേണ്ടത്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് ലഞ്ചായിട്ട് കൊടുത്തേക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടതാണ് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യണേ. അപ്പോഴാണ് ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്കായിട്ട് വരുള്ളൂ. താങ്ക്